ഇനി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ ഡാനി പോൾ നൽകും. ഡാനി, ഈ കൊച്ചിയിൽ UDF-നും വിമതശല്യം കാര്യമായിട്ടുണ്ട്. അവിടെ ഏതൊക്കെ ഭാഗത്താണ് ഈ പ്രശ്നമുള്ളത്? അത് ഈ അവസാന മണിക്കൂറുകളിൽ ആ വിമതന്മാരെ പിൻവലിപ്പിക്കാനോ അല്ലെങ്കിൽ വിമതന്മാരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? ശ്രീജ, കൊച്ചിയിൽ പ്രധാനമായും തന്നെ UDF ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന വിമത ശല്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കോൺഗ്രസ് പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊച്ചി കോർപ്പറേഷൻ തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ തവണ സ്വന്തം വിമതരാൽ നഷ്ടപ്പെട്ട ഒരു ഭരണ സംവിധാനമായിരുന്നു കൊച്ചി കോർപ്പറേഷനിൽ. ആ വിമതർ പിന്നീട് ഇടതു മുന്നണിക്കൊപ്പം ചേരുകയും ഇപ്പോൾ അവർ സ്ഥാനാർത്ഥികളായ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ ലിസ്റ്റ് അടക്കം ഇടം നേടുകയും ചെയ്ത കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അനുഭവങ്ങൾ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തവണ നേരത്തെ തന്നെ ഈ ഒരുക്കങ്ങൾ തുടങ്ങുകയും വിമതരെ ഒഴിവാക്കുമെന്ന വലിയ രീതിയിലൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. എങ്കിലും വലിയ രീതിയിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. എങ്കിലും 6ഓളം ഇടങ്ങളിൽ തന്നെ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നത് തന്നെയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന സിറ്റിംഗ് കൗൺസിലറായിരുന്നവർ തന്നെയാണ് പലയിടത്തും 3ഓളം ഇടങ്ങളിൽ വന്നത്. പശ്ചിമ കൊച്ചിയിൽ ബാസുൽ ബാബു മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ പനമ്പള്ളി നഗറിലേക്ക് വരുമ്പോൾ മാലിന്യ സ്കോർപ്പ് മത്സരിക്കുന്നു. സ്റ്റേഡിയം വാർഡിലേക്ക് വരുമ്പോൾ ജോസഫ് അലക്സ് എന്ന് പറഞ്ഞ മുൻ കൗൺസിലർ തന്നെ മത്സരരംഗത്തേക്ക് വരികയും ചെയ്യുന്നു. വലിയ വെല്ലുവിളികളാണ് ഇവരെല്ലാം തന്നെ ഈ രംഗത്ത് അവർ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ ഉയർത്തുന്നത്. ഏതായാലും വലിയ വിമതരെ ഒഴിവാക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളുടെ ഒരു അവസരം ഇന്നുകൂടിയാണ്. അത് എത്ര കണ്ട ഫലപ്രാപ്തിയിൽ എത്തുമെന്നതാണ്. ഇതിനകം തന്നെ പലരും തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചെങ്കിൽ അവർ പിന്നാക്കം പോകാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കോൺഗ്രസിന് ഈ രീതിയിലുള്ള വിമത ശല്യം നേരിട്ട് തന്നെ അലട്ടുമ്പോൾ ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ ചില പൊതു സ്വതന്ത്രർ ചിലയിടങ്ങളിലെങ്കിലും ഇടതുമുന്നണിക്കാണ് കൂടുതൽ ഭീഷണിയാവുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും തന്നെ ഈ പൊതു സ്വതന്ത്രർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരോട് ചില സമവായ ചർച്ചകളടക്കം നടത്തുന്നുണ്ട്. കാരണം അത് പിൻവലിക്കുക. കാരണം ഇപ്പോൾ ഈ കുറഞ്ഞ വോട്ടുകൾ ഓരോ 30-നും 50-നും ഇടയ്ക്ക് വോട്ടുകൾ പോലും പോയാൽ പോലും അത് മുന്നണികളുടെ വിജയത്തെ കാര്യമായി ബാധിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. ഒപ്പം ഇവിടെ 2020 സ്ഥാനാർത്ഥി കൂടി കൊച്ചിൻ കോർപ്പറേഷനിലുണ്ട്. കൂടുതൽ വാർഡുകളിൽ മത്സരിക്കുന്നതെല്ലാം തന്നെ ഈ വിവിധ കാര്യങ്ങളെല്ലാം അവർക്ക് ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങളാണ്. BJP-യിലേക്ക് NDA-യിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 7ഓളം ഇടങ്ങളിൽ ഇവർക്ക് സ്ഥാനാർത്ഥികളെ ഇല്ല എന്നതാണ്. കാരണം BDJS-ന് നൽകിയ സീറ്റാണ് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അവിടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. ആ സ്ഥലങ്ങളിൽ പുതുതായി ഈ ചില പൊതു സ്വതന്ത്രർ എന്ന് പറയുന്നവരെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള അവസാനവട്ട ശ്രമങ്ങൾ ഈ മുന്നണികൾ ഈ NDA അടക്കം ചില കേന്ദ്രങ്ങളിൽ നടത്തുന്നുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ഒരു പൊതു ചിത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും വിമതരെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അവസാനവട്ടവും ഈ UDF ക്യാമ്പുകളിൽ കോൺഗ്രസിലെല്ലാം തന്നെ സജീവമാണ്. കോർപ്പറേഷന് പുറത്തേക്ക് ജില്ലയിലെ മറ്റിടങ്ങളിലേക്ക് വരുമ്പോഴും പലയിടങ്ങളിലുമെല്ലാം ഇതേപോലുള്ള അവസ്ഥയുണ്ട്. പെരുമ്പാവൂർ അടക്കമുള്ള മേഖലകളിൽ അങ്ങനെ തങ്ങളോട് കൂടിയാലോചനകൾ നടത്താതെ സ്ഥാനാർത്ഥി നിർണയിച്ചു എന്ന പ്രതിഷേധം തന്നെ ജില്ലാ നേതൃത്വത്തിനുണ്ട്. പലരും സ്ഥാനാർത്ഥികളായിട്ട് തന്നെ മാറുന്നു, തങ്ങൾ പിന്മാറില്ല എന്ന പ്രഖ്യാപനം തന്നെ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇവരോടെല്ലാം അവസാനവട്ട ചർച്ചയാണ്. അവസാനവട്ട ചർച്ചയെന്നല്ല, അവസാനവട്ട വിലപേശൽ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒരു പുനഃസംഘടനയിലെല്ലാം തന്നെ ഒരു സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് നിലനിർത്താമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ പലയിടങ്ങളിലായിട്ട് നൽകുന്നു. ഏതായാലും അത് ശ്രമം വിജയിക്കുമോ ഇല്ലയോ എന്നതാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അറിയാനുള്ളത്. അത്തരം ചർച്ചകൾ മുന്നണികളുടെ ഭാഗത്ത് നിന്ന് പല രീതിയിൽ ചിലർ NDA-യുടെ ഭാഗത്ത് നിന്ന് പൊതു സ്വതന്ത്രരെ കൂട്ടി നിർത്തി സ്ഥാനാർത്ഥിയില്ലായ്മ പ്രശ്നം പരിഹരിക്കാനും അതോടൊപ്പം പൊതു സ്വതന്ത്രർ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഭീഷണിയാകാതിരിക്കാൻ ഇടതു മുന്നണിയും ചർച്ച നടത്തുമ്പോൾ റിബലുകളെ ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ശരി, മലപ്പുറത്ത് നിന്ന് അനുമോദാണ് വിവരങ്ങൾ നൽകുന്നത്. അനുമോദ്, ലീഗും കോൺഗ്രസും തമ്മിലുള്ള സൗഹൃദ മത്സരം അല്ലെങ്കിൽ അങ്ങനെ അത്ര സൗഹൃദമൊന്നും ഇല്ലാത്ത ആ സൗഹൃദ മത്സരം എവിടെയൊക്കെ നടക്കുമെന്നുള്ളതായിരുന്നു ആകാംക്ഷ. ഈ അവസാന ദിവസമാകുമ്പോൾ അത് പൊന്മുണ്ടത്ത് ഒതുങ്ങുമോ? എന്താണ് മലപ്പുറത്തെ സ്ഥിതി? ശ്രീജ, ലീഗ് കോൺഗ്രസ് മത്സരം പൊന്മുണ്ടത്ത് മാത്രമാണെങ്കിലും കോൺഗ്രസിനുള്ളിൽ പലയിടത്തും റിബൽ ശല്യം തലപൊക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസിന് ഏറെ ശക്തിയുണ്ടെന്ന് കരുതുന്ന നിലമ്പൂർ മേഖലയിൽ തന്നെയാണ് ഇത് ഏറ്റവും അധികം ബാധിക്കുക. നിലമ്പൂരിൽ വഴിക്കടവിലും എടക്കരയിലും ബ്ലോക്കിലേക്കാണ് വിമതരായിട്ട് 2 നേതാക്കൾ പത്രിക നൽകിയിരിക്കുന്നത്. എടക്കര ബ്ലോക്ക് ഡിവിഷനിൽ OT ജെയിംസിന് റിബലായിട്ട് ഷാഹുൽ ഹമീദ് എന്ന കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ മണിമൂളി ബ്ലോക്ക് ഡിവിഷനിൽ വഴിക്കടവ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് റജി മാസ്റ്റർക്കും
അതേപോലെ ബോബി സി മാംബ്രയാണ് DCC നിർദ്ദേശിച്ചെന്ന് ആദ്യം വരുമ്പോൾ അതിനെതിരെ റെജി മാസ്റ്റർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ജോയ് പക്ഷവും VS ജോയ് പക്ഷവും ആര്യടൻ ഷൗക്കത്ത് പക്ഷവും തമ്മിലുള്ള വലിയ ഒരു തർക്കത്തിൻ്റെ ഒരു ബാക്കി കൂടിയാണ്. എന്താണെങ്കിലും DCCയുടെയും മറ്റ് ഉന്നത നേതാക്കളുടെയും നേതൃത്വത്തിൽ ചർച്ചകൾ ഈ അവസാന ഘട്ടത്തിലും പുരോഗമിക്കുന്നുണ്ട്. ആർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാം എന്നുള്ളത് ഇന്ന് ഉച്ചയോടെ അറിയാൻ കഴിയും. പക്ഷേ അത് ഏത് തരത്തിലാകും അവിടെ സെറ്റിൽമെൻറ്റ് നടക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് അവസാന നിമിഷവും ഈ വഴിക്കടവ് എടക്കര ഡിവിഷനിലെ ഈ ഒരു റിബൽ നീക്കം അത് തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതോടൊപ്പം തന്നെ ജില്ലയിൽ പലയിടങ്ങളിലും റിബലുകളായിട്ട് മുസ്ലിം ലീഗിനും പലരും മത്സരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരൂരങ്ങാടി PMA സലാമിൻ്റെ വാർഡിൽ തന്നെ ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. അതുപോലെ മഞ്ചേരി നഗരസഭയിൽ CPIയുടെ തന്നെ 2 നേതാക്കൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയും CPMന്റെ വാർഡിലും 2 പേർ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. ഒരാൾ വിമതനായി മത്സരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ നഗരസഭകളിലും 1-2 വാർഡുകളിൽ ഇതുപോലെ ഇടതുപക്ഷത്തിനും തലവേദനയുണ്ട്. അതോടൊപ്പം തന്നെ വെട്ടത്തൂരിൽ CPMഉം CPIയും മുതുവല്ലൂരിലും അതേപോലെ തന്നെ CPM പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ചിലയിടങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. വെട്ടത്തൂരിൽ ഇനി ഒരുമിച്ച് മത്സരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPI ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ UDFനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ഈ ചില പ്രശ്നങ്ങൾ, ഈ ബ്ലോക്കിലേക്കുള്ള ചില പ്രശ്നങ്ങളും അതേപോലെ പൊന്മുണ്ടത്തെ അങ്ങനത്തെ ഒരു ലീഗ് കോൺഗ്രസ് തമ്മിലുള്ള വിഷയങ്ങളും മാത്രമാണ് തലവേദനയായിട്ടുള്ളത്. ഇടതുപക്ഷത്തിനാണെങ്കിൽ പലയിടങ്ങളിലായിട്ട് ചിതറിക്കിടക്കുകയാണ്, 1-2 വാർഡുകളിലായിട്ട് ചിതറിക്കിടക്കുകയാണ്. പക്ഷേ അതിനപ്പുറം എടുത്തു പറയാൻ കഴിയുന്ന ഒരു സ്പ്ലിറ്റ് വരുന്നത് നേരത്തെ സൂചിപ്പിച്ച വെട്ടത്തൂരിലും മുതുവല്ലൂരിലുമാണ്. ഇതിനാണെങ്കിലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. എത്രത്തോളം സാധ്യമാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഉച്ചയോടെ നമുക്ക് ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ ചിത്രം വ്യക്തമാകും. ശ്രീജ. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, കോട്ടയത്തെ സ്ഥിതി എന്താണ്? തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു അവസാനഘട്ട ചിത്രത്തിലേക്ക് ഈ മണിക്കൂറുകളിൽ എത്തിയിട്ടുണ്ടോ? ശ്രീജ, പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോഴും അത് ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് നേതാക്കൾ അറിയിക്കുന്നത്. മുഴുവൻ പാർട്ടികൾക്കും, അതായത് പ്രമുഖ പാർട്ടികളായ CPMനും കോൺഗ്രസിനും ഒപ്പം തന്നെ BJPക്കും എല്ലാം റിബലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഏറ്റുമാനൂരിൽ 3 പാർട്ടികൾക്കും റിബലുകളുണ്ട് എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിലൊരു ശ്രദ്ധേയനായ റിബൽ എന്നത് റെജി M. ഫിലിപ്പോസ് എന്ന ആളാണ്. അദ്ദേഹം കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അദ്ദേഹം ചാണ്ടിയുമ്മനെതിരെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ മണർകാട് ഡിവിഷനിൽ സീറ്റ് വേണമെന്ന് ചാണ്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ചാണ്ടി കൊടുക്കാൻ തയ്യാറായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിബലായി നിൽക്കുന്നത്. അതൊരു പക്ഷേ കോൺഗ്രസിന് വലിയ തലവേദനയാണ്. കോൺഗ്രസിലെ തന്നെ യുവ നേതാവായ JJ പാലക്കലോടിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് ഉമ്മൻചാണ്ടി ഉള്ള കാലം മുതൽ തന്നെ നിരവധി 10-25 വർഷം കൗൺസിലറായി വിവിധ തലങ്ങളിൽ കൗൺസിലറായിരുന്ന ആൾ കൂടിയാണ് ഈ റെജി. എന്തായാലും നിലവിൽ ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ്. കോട്ടയം നഗരസഭയിൽ ഫലത്തിൽ നിലവിലെ ചെയർപേഴ്സണായ ബിൻസി സബാസിനെതിരെ കോൺഗ്രസിലെ തന്നെ ഒരു നേതാവ് പ്രാദേശികമായ റിബൽ നിൽക്കുന്നുണ്ട്. 3 ലെവൽ സമാനമായ 4-ാം വാർഡിൽ അവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനായിരുന്നു സീറ്റ് നൽകിയിരുന്നത്. പക്ഷേ അവിടെ അവർക്ക് സ്ഥാനാർത്ഥിയില്ല. പകരം അവിടെ ഇപ്പുറത്ത്, അതായത് CPM മത്സരിക്കുന്നു, BJP മത്സരിക്കുന്നു, ഒപ്പം തന്നെ CPMന്റെ തന്നെ നേരത്തെ നേതാവായിരുന്ന ഒരാൾ മത്സരിക്കുന്നുണ്ട്. ഫലത്തിൽ ഇത് CPM സ്ഥാനാർത്ഥിക്ക് ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന സാഹചര്യമുള്ളത്. പാലായിലും സമാനമായ രീതിയിൽ കോൺഗ്രസിന് ഒരു റിബൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഇതുവരെയുള്ള ഏതാണ്ടുള്ള വിവരം. ഒരുപക്ഷെ കോട്ടയത്തെയൊക്കെ സാഹചര്യം നോക്കിയാൽ വളരെ വ്യാപകമായ ഒരു റിബൽ ശല്യം എന്ന് ഇത്തവണ നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങിങ്ങായി ഉണ്ട്, ഏതാണ്ട് 10ഓളം സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഇന്ന് പക്ഷേ 3 മണി വരെയും പ്രതീക്ഷയുണ്ട്. ഈ റിബലുകളെ പിൻവലിപ്പിക്കുക എന്നുള്ളത് ഒരുപക്ഷെ മുന്നണികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രമമായി തന്നെ മാറുകയാണ്. മറ്റു പലയിടത്തും റിബലുകളായി സ്ഥാനാർത്ഥികൾ വന്നില്ലെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കമുള്ള അതൃപ്തി പലയിടത്തും പുറത്തു വരുന്നതും വൈക്കത്തും കുമരകത്തും ഒക്കെ അങ്ങനെ CPMനും CPIക്കും ഉള്ളിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ റിബലുകളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നു. അതിൻ്റെ മണിക്കൂറുകളാണ് നടക്കുന്നത്. ശ്രീജ.
ശരി, ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, 3 മുന്നണികളും ഏതാണ്ട് ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുമ്പോൾ ഓരോ വിമതനും ഓരോ വോട്ടും നിർണായകമാണ്. കോഴിക്കോട്ട് ഈ അവസാന മണിക്കൂറിലെ ചർച്ചകൾ, അവസാന മണിക്കൂറിലെ ചരട് വലികളൊക്കെ എങ്ങനെയാണ്?